നമസ്കാരം, വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂലൈ 29 ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് 4 തിങ്കളാഴ്ച വരെയുള്ള ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടം രാശിക്കാർക്ക് ഈ വാരം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കുക. ഇടവം രാശിക്കാർക്ക് ഈ വാരം അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. അതിനാൽ സംയമനം പാലിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുക. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പിണക്കങ്ങൾ വരാം. ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇത് നല്ല സമയമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലെത്തും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ആരോഗ്യപരമായി മികച്ച ഒരു വാരമായിരിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. ജോലിസ്ഥലത്ത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാം. എന്നാൽ അവയെല്ലാം മറികടക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കന്നി രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രൊമോഷന് സാധ്യതയും ഉണ്ടാകും. സാമ്പത്തികമായി ഏറെ നേട്ടങ്ങളുണ്ടാകും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. തുലാം രാശിക്കാർക്ക് ഈ വാരം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ജോലിയിൽ പുതിയ വെല്ലുവിളികൾ വരാം. എന്നാൽ അവയെ അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. ആരോഗ്യപരമായി കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി ഉന്നതിയിലെത്തും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതും ചീത്തയുമായ ഫലങ്ങൾ ഒരേപോലെ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ സ്ഥിരത നിലനിൽക്കും. സാമ്പത്തികമായി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. സംയമനം പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. മകരം രാശിക്കാർക്ക് ഈ വാരം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച ചില അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾ വരാം. ഇത് നല്ലതിനോ ചീത്തക്കോ ആകാം. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മീനം രാശിക്കാർക്ക് ഈ വാരം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലെത്തും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഈ വാരഫലം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചയിലെ വാരഫലവുമായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജ്യോതിഷ കൂട്ടുകാരനായ വേദിക് വിശ്വാസ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമസ്കാരം.